അതിനുശേഷം ഒരു 5-6 മണിക്കൂർ മുമ്പ് ഈ ഫൈസൽ എന്ന് പറയുന്ന മലബാറിന്റെ ഓണറായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയാണ്. ഈ പെൺകുട്ടികളെ എന്റെ ഈ ഒരു ഹൗസ് വാമിംഗ് പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചതിൽ ഖേദം അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഇതാണ് കഥ. പക്ഷേ ഫ്ലാഷ് ബാക്കിലാണ് യഥാർത്ഥ സംഭവം നടക്കുന്നത്. ഫ്ലാഷ് ബാക്ക്. നമുക്ക് സങ്കടം വരുന്നു കണ്ടിട്ട് കണ്ടെന്നറിയാം. ഇറങ്ങിപ്പോവാൻ തോന്നുവാ. എനിക്ക് വയ്യ. ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് കൂടെ നിന്ന് ചിരിച്ചു കളിച്ച് നിൽക്കാൻ പറ്റും. ആക്ടിങ് അത്ര സിമ്പിൾ ആണ് എന്ന് എനിക്ക് കാണിച്ചു തന്നത് അനുമോളാണ്. താങ്ക് യു. സ്നേഹിച്ചവരെന്നെ നമ്മൾ ദ്രോഹിക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് ഒറ്റപ്പെടുത്തുന്ന പോലെ തോന്നുന്നു. കുറെ നേരത്തേക്ക് എന്നെ കളിയൊക്കെ ചിരിക്കലായിരുന്നു. വല്ലാണ്ടിരിക്കാൻ പറ്റുമോ? ബിഗ് ബോസിനകത്ത് വെച്ച് ലക്ഷ്മി നമ്മുടെ ആദിലെ നൂറേയും പറ്റി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവളുമാരെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവളുമാരാണ്. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. കഴിഞ്ഞ ദിവസം മലബാർ ഗോൾഡിന്റെ ഓണറായിട്ടുള്ള ഫൈസൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഹൗസ് വാമിംഗ് പരിപാടിയായിരുന്നു. ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ആ ഒരു ഹൗസ് വാമിംഗിൽ പങ്കെടുക്കുകയുണ്ടായി. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ ആദിലെ നൂറയും അവരും പങ്കെടുത്തു. അതുകൊണ്ട് ഞാൻ ചുമ്മാ കയറിച്ചൊന്നുമില്ല, പിന്നെ നല്ലോണം വലിഞ്ഞു കയറിച്ചില്ല. അതെ, എന്നാ ഉണ്ണരുതോ? പിന്നെന്താ നല്ല ചൂടും കിട്ടോ. എത്ര ദിവസം ഒന്നും ഉണ്ടിട്ട്. A few minutes later. 5-6 മണിക്കൂർ മുമ്പ് ഈ ഫൈസൽ എന്ന് പറയുന്ന മലബാറിന്റെ ഓണറായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയാണ്. ഈ പെൺകുട്ടികളെ എന്റെ ഈ ഒരു ഹൗസ് വാമിംഗ് പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചതിൽ ഖേദം അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഇയാളെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചെട്ടി ചതിച്ചാ ചെട്ടിയെ ദൈവം ചതിക്കുമെന്നാ പഴമൊഴി. ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? ബെസ്റ്റ് രാജയോഗം കൊണ്ട് അനുഭവിച്ചോ? എന്റെ കാര്യം ആലോചിച്ചിട്ട് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട്. വിശ്വസിക്കുന്ന തത്വങ്ങളിൽ മുറുകെ പിടിച്ച് ഉറച്ച നിലപാടെടുക്കുന്നവർക്ക് ജീവിതത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലൊന്നായി ഇതിനെയും കണ്ടാൽ മതി. പക്ഷെ ഇവിടെ ഈ ഫൈസലിക്ക ചെയ്തിട്ടുള്ളത് കഴിവേർ തന്നെ ഞാൻ പറയത്തുള്ളൂ. 100% ഞാൻ യോജിക്കുന്നു. അല്ലെങ്കിൽ വിളിക്കാൻ പാടില്ലായിരുന്നു. അപ്പൊ പറയും, ഓ ഞാൻ അറിഞ്ഞില്ല, എന്റെ പി എ ആണ് വിളിച്ചത്. പി എ ആണെങ്കിൽ വിളിച്ചെങ്കിൽ വിളിച്ചതുപോലെ ഇരിക്കുന്നു, ഇനി മിണ്ടാ നിൽക്കരുത്. എടോ, പണം ഉണ്ടായിട്ട് കാര്യമില്ല, അന്തസ് വേണം. വിളിച്ചു വരുത്തി അവര് വന്ന് എല്ലാം അവിടെ വന്ന് തിന്നതിന് ശേഷം നക്കിയിട്ട് പോയതിനു ശേഷം വന്നിട്ട് പിന്നെ നിങ്ങൾ വന്നിട്ട് മറ്റേടുത്ത വർത്തമാനം പറയരുത്. അങ്കിൾ, ഈ തൊഴിലാളി എന്തിനിങ്ങോട്ട് കെട്ടിയെടുക്കാൻ എന്റെ രൂപ ഉപ്പിയാക്ക. എടോ, ഇത് ഒരു മനുഷ്യജീവിയാണ്. മുതലാളിമാരൊക്കെ ഇങ്ങനെയാ ഗോപാല. വീട്ടിൽ പോയിട്ട് പഞ്ചായത്തിൽ പോലും അടുപ്പിക്കേണ്ട കാര്യമില്ല, അടുപ്പിക്കുകയും വേണ്ട. എന്നാൽ ഫൈസലിക്ക അടുപ്പിച്ചതിന് ശേഷം മറ്റേടുത്ത വർത്തമാനം പറയാൻ നിൽക്കും. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത്? എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ, അതാ കഴിവ്. എന്നാൽ എന്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല. അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവോ? സംഭവം വേറൊന്നുമല്ല, ഇത് ആരുടെയോ നിർബന്ധ പ്രകാരം ഇദ്ദേഹം ഇട്ട പോസ്റ്റ് കണ്ടാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അത് അപ്പൊ തോന്നിയ ഒരു ബുദ്ധിയല്ല, തെമ്മാടിത്തരം. ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. ഏറ്റവും കൂടുതൽ ഇവരുടെ കസ്റ്റമേഴ്സും മുസ്ലിം കമ്മ്യൂണിറ്റി പെട്ട ആളുകൾ തന്നെ. അത് കച്ചവടത്തെ ബാധിക്കുമെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് അവരെ ഒന്ന് സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പോസ്റ്റ്. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. തനിക്ക് നാണമില്ലേണോ? ഇല്ല. അത് തന്നെ.